നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും സാരമായിട്ട് പറ്റിയോ കാർത്തേട്ടാ? ഏയ് ഒന്നുമില്ലെന്നേ, നീ വിഷമിക്കണ്ട. പോലീസ് മേധാവിയുടെ അഴിഞ്ഞാട്ടത്തിന്റെ അനുബന്ധ കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഈ നിൽക്കുന്ന യുവതിയാണ് ACPയുടെ വിവാദ ഭാര്യ. ഇവരോടൊപ്പമുള്ള അഭീത ബന്ധത്തിനു വേണ്ടിയാണ് ഈ കാക്കിയൊടുപ്പെട്ട കാട്ടാളൻ സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും മർദ്ദിച്ചവശരാക്കി വലിച്ചെറിഞ്ഞത്. ACPക്ക് ഇവരോട് തോന്നിയ പ്രണയം കാരണം ഒരു കുഞ്ഞും അമ്മയുമാണ് അനാഥരായത്. അതെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ തെറ്റാ. സത്യം എന്താണെന്ന് അറിയാതെ നിങ്ങൾ ഈ വാർത്തകളൊക്കെ പടച്ചു വിടുന്നത്. സത്യമൊക്കെ ഞങ്ങൾ ഇന്ന് പകലെ അറിഞ്ഞു കഴിഞ്ഞു മാഡം. ഇനി എത്രയൊക്കെ സ്വയം ശുദ്ധീകരിക്കാൻ നോക്കിയാലും നടക്കില്ല. പ്രസവിച്ച കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമുകനായ വൈശാഖിനൊപ്പം ഒളിച്ചോടി പോയവളാ മൈഥിലി. അവൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇതൊന്നും അല്ല ജേർണലിസം. മീഡിയക്കാരുടെ എത്തിക്സ് നിങ്ങളെ പോലുള്ള ചുരുക്കം ചിലര് കളഞ്ഞു കുളിക്കരുത്. ഏയ് വേണ്ട, അവരോട് പറഞ്ഞാലൊന്നും അവര് വിശ്വസിക്കില്ല. ഇവരൊക്കെ കരുതിക്കൂട്ടി തന്നെയാ. ഇതൊക്കെ ആരുടെ അജണ്ടയുടെ ഭാഗമാ. മാഡം, എത്തിക്സ് ഒന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അവിഹിത കഥ പുറത്തു വന്നതിന്റെ പേരില് ഞങ്ങൾ മാധ്യമക്കാരോട് കോപിക്കുകയും വേണ്ട. മഞ്ഞപത്രക്കാരനെ പോലെ നിങ്ങൾ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കരുത്. ഞങ്ങൾ മഞ്ഞപത്രക്കാരാണോ വെളുത്ത പത്രക്കാരാണോ ചുവപ്പ് പത്രക്കാരാണോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ചോദിച്ചത് സത്യമല്ലേ എന്ന് മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ ഈ നിൽക്കുന്ന ACPയുടെ അമ്മാവന്റെ മകളല്ലേ? അങ്ങനെ ഇരിക്കെ എന്തിനാ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചത്? വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങളെ രണ്ടുപേരെയും കാണരുതാത്ത രീതിയിൽ കണ്ടു. ഒരു ഭാര്യ എന്ന നിലയിൽ അവർ ചോദ്യം ചെയ്തു. അതിന്റെ പേരിൽ അവരെ തല്ലിക്കൊന്നില്ലാതാക്കി. നിങ്ങളും നിങ്ങളുടെ കാമുകനായ ഈ മനുഷ്യനും കൂടെ ചെയ്തതൊക്കെ ഒരു നീതിയാണോ മാഡം? പറയൂ, സത്യമല്ലേ? ഞാൻ ചോദിച്ചത് സത്യമല്ലേ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണോ? മീനാക്ഷി, നീ വാ, നമുക്ക് പോവാം. വാ മാഡം, സംസ്കാരഹീനവും വൃത്തികെട്ട സദാചാര വിരുദ്ധവുമായ അവിഹിത ബന്ധം തുടരുന്നതിനിടയിൽ ധാർമ്മിക രോഷം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. ഇത്തരം സദാചാര പ്രസംഗങ്ങൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഊടുവഴികളിലും ഒത്തിരി കണ്ടിട്ടുണ്ട് ഞങ്ങൾ. മീനാക്ഷി, നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലടോ. മീനാക്ഷി വേണ്ട, വാ. അതെ, ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. അടിച്ചൊതുക്കാമെന്നൊന്നും കരുതണ്ട. മീനാക്ഷി വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ, ഞാൻ പറയുന്ന കേക്ക്. ACPയുടെ അഴിഞ്ഞാട്ടത്തിനും അട്ടഹാസങ്ങൾക്കും പുറകെ രഹസ്യ ഭാര്യയുടെ പോർവിളിയും കയ്യാങ്കളിയും. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച് അവശരാക്കിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ ACP കാർത്തിക്കിന്റെ ലിവിംഗ് ടുഗദർ പങ്കാളിയുടെ വെല്ലുവിളിയും കയ്യേറ്റവും. എന്റെ ദൈവമേ, എന്തൊക്കെ ആപത്തുകളായി വന്നു ചേരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ വാളി എപ്പ ഇവിടുന്ന് പോയോ അപ്പ മുതൽ ചെമ്പകമംഗലത്തിന്റെ നാശവും തുടങ്ങി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.